നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാനുണ്ടായ സാഹചര്യം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻ ഹാഗ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പുറത്തിരുത്തുകയായിരുന്നു. അക്കാര്യത്തിൽ കടുത്ത എതിർപ്പ് റൊണാൾഡോക്കുണ്ടായിരുന്നു. അദ്ദേഹം അത് പിയേഴ്സ് മോർഗനുമായുള്ള അഭിമുഖത്തിൽ പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, പരസ്യമായിക്കൊണ്ട് ക്ലബിനെയും ടെൻ ഹാഗിനെയും വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ടെൻ ഹാഗും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും റൊണാൾഡോയെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് വിട പറഞ്ഞത്. റൊണാൾഡോ പോയതിനു ശേഷം ടെൻ ഹാഗിന് കീഴിൽ യുണൈറ്റഡ് മെച്ചപ്പെടുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതിന്റെ നേർ വിപരീതമാണ് സംഭവിച്ചിട്ടുള്ളത്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം എറിക് ടെൻ ഹാഗിന്റെ പരിശീലക സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ്. ഇതേക്കുറിച്ച് മുൻ ഡച്ച് സൂപ്പർ താരമായ വെസ്ലി സ്നൈഡർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റൊണാൾഡോയെ ഒഴിവാക്കിയതോടുകൂടിയാണ് ടെൻ ഹാഗിന് എല്ലാം നഷ്ടമായത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്നൈഡറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ടെൻ ഹാഗ് ചെയ്ത തെറ്റ് റൊണാൾഡോയോട് മത്സരിച്ചു, അതല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. റൊണാൾഡോ പോയതോടുകൂടി എല്ലാവർക്കും ടെൻ ഹാഗിനോടുള്ള ബഹുമാനം നഷ്ടമായി. ക്രിസ്ത്യാനോ റൊണാൾഡോ പോയാൽ എല്ലാം ശരിയാകും എന്നായിരുന്നു എറിക് ടെൻ ഹാഗ് കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ടെൻ ഹാഗിന് ഭ്രാന്താണോ എന്ന് പോലും ഡ്രസ്സിംഗ് റൂമിലെ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകും. ഈ സീസണിന് ശേഷം അദ്ദേഹം ക്ലബ്ബ് വിടേണ്ടി വരും എന്നുള്ളത് ടെൻ ഹാഗിന് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അല്ലെങ്കിലും അദ്ദേഹത്തെ ക്ലബ്ബ് പുറത്താക്കും. ഇതാണ് വെസ്ലി സ്നൈഡർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടുത്ത ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ സീസണിന് ശേഷം ഈ പരിശീലകനെ പുറത്താക്കും എന്ന് തന്നെയാണ് പൊതുവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.